ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. സോ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയി വരാം. ആക്ച്വലി ഇന്ന് എനിക്ക് വീക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ ഫ്രീ ആണല്ലോ, ജസ്റ്റ് ഒരു അമ്പലത്തിൽ പോയിട്ട് വരാം. പിന്നെ അതുമല്ല, ഞാൻ റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഈ അമ്പലത്തിനെ കുറിച്ച്. ഓക്കെ, സോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 5 മണി ആയിട്ടുണ്ട്. 5 മണിക്ക് ഇറങ്ങി ബസ്സെല്ലാം കിട്ടുമ്പോഴത്തേക്ക് ഒരു ടൈമായി. പിന്നെ ഇവിടുന്ന് ഒരു 1 hour ട്രാവലിങ്ങും ഉണ്ട് അമ്പലത്തിലോട്ട്. എല്ലാ ബസ്സുമാണ് ആ റൂട്ടിലേക്ക് പോവുകയില്ല. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ്സെല്ലാം കിട്ടി. അവിടെ ഇരുന്നു. പക്ഷേ ബസ്സിൽ പൊതുവേ തിരക്ക് കുറവ്. കാര്യം AC ബസ്സിൽ ഇവിടെ അങ്ങനെ ആൾക്കാരുണ്ടാവില്ല. കാര്യം നോർമൽ ബസ്സിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള കർണാടക ലേഡീസിന് ഫ്രീ ടിക്കറ്റ് ആയിരിക്കും. AC കർണാടകയിലും കേരളയിലും എല്ലാവർക്കും പെയ്ഡാണ്. അപ്പോൾ പിന്നെ AC അങ്ങനെ ആരും ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് കിട്ടിയത് AC ആണ്. എനിക്ക് തോന്നുന്നു ആ റൂട്ടിലോട്ട് ഫുൾ AC ബസ്സാണെന്ന് കേട്ടോ. കാര്യം ഞാൻ വേറെ ബസ്സൊന്നും ആ റൂട്ടിലോട്ട് കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ബസ്സിലെല്ലാം കയറി. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടൊരു വൈബാണ് അല്ലേ. എനിക്ക് അതായത് അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഇത് വീക്ക് ഓഫ് ആണ്, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ബാംഗ്ലൂരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മളുടേതായ സമയത്ത് പോയാൽ മതി, വന്നാൽ മതി. ആരും റെസ്ട്രിക്ഷൻസ് ഇല്ല, ആരും ഒന്നും പറയില്ല. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുഴപ്പമുണ്ടെന്നല്ല, ഞാൻ പോകാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ്. കാര്യം നമുക്ക് ഒന്നുകൂടെ സ്ഥലങ്ങളൊക്കെ കൂടുതൽ പഠിക്കുക. കാര്യം ഒറ്റയ്ക്ക് നമ്മൾ എവിടെയും പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലായോ ഇവിടുന്ന് അങ്ങോട്ട് ബസ് ഉണ്ടാവുമോ അവിടെ നിന്ന് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മളവിടെ എത്തിയതാണ്, ബസ് ഇറങ്ങിയത്, ഓവർ ബ്രിഡ്ജ് കയറി. ഈ ഓവർ ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ഭയങ്കര സേഫായിട്ട് നമുക്ക് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ എത്താം കേട്ടോ. അങ്ങനെ വീണ്ടും നടക്കാനുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് റൂട്ടൊന്നും അറിയില്ല, ഞാൻ ഒറ്റയ്ക്കുമാണ്, രാത്രിയായി. പക്ഷെ നമ്മൾക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. മേ ബി നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ആയിരിക്കാം. അങ്ങനെ ഒരു അമ്പലത്തിലെത്തി. ഞാനിത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇങ്ങനെ എത്തി, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കേട്ടോ പുറത്ത് വന്ന് വീഡിയോ എല്ലാം എടുത്തത്. കാര്യം ഉള്ളിൽ ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതിനുള്ളിൽ ഇവിടെ കുഴപ്പമില്ല, ഇതിനുള്ളിൽ അലൗഡ് ആണോ എനിക്കറിയില്ല. സോ നമുക്ക് പ്രസാദമെല്ലാം കിട്ടി. ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള അമ്പലമാണ് കേട്ടോ. പിന്നെ അതുമല്ല ഫുൾ മലയാളികൾ. അവിടുത്തെ തിരുമേനി ആയിക്കോട്ടെ, അവിടുത്തെ വന്ന ഭക്തരായിക്കോട്ടെ, എല്ലാവരും മലയാളികളായിരുന്നു. എന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അമ്പലത്തിൽ പോകുന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും മലയാളി വൈബ്. അങ്ങനെ നമ്മളിതാ എല്ലാ പ്രസാദമെല്ലാം വാങ്ങി തിരിച്ച് പോരാനുള്ള തിരക്കിലാണ്. പക്ഷെ തിരിച്ച് പോരുമ്പോഴേക്ക് ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു ഞാൻ AC ബസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് എത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ, ടാറ്റാ.